ആയിരക്കണക്കിന് പാറകളാണ്. അത് ഫുള്ള് ഞങ്ങൾക്ക് അവിടെ അവിടെ ആളുകളെ നിങ്ങളെ വീടുകളൊക്കെ അങ്ങനെ തന്നെ ഈ ചെടി കാണാം. ഞങ്ങൾ കുറെ സ്റ്റേഷനിൽ വെച്ചിട്ട് വീടുകളെല്ലാം പൊന്തിക്കാൻ നേരെ അങ്ങോട്ട് പോയിട്ട് പിന്നെ ഇടത്തോട്ടേക്ക് പോകും. സ്കൂളിന് വരെ മരങ്ങൾ തന്നെ കുറെ ദൂരം കിട്ടി. അതാണ് മെയിൻ ഏരിയ. അനുമോദൊന്ന് തുടരുക. റിഷാന നമുക്കൊപ്പം ചേരുന്നുണ്ട്. റിഷാന ഇപ്പോ എവിടെയാ ഉള്ളത്? ഞങ്ങളിവിടെ താമരശ്ശേരിയാണ്. റിഷാന, ആരാണ് അവിടെ ഉള്ളത്? ഈ ദുരന്തം ഉണ്ടായിട്ട് ആരാണുള്ളത്? അമ്മയും ബാപ്പയാണ്, അമ്മോനും ഭാര്യയും എല്ലാരും. ഓക്കെ, അവരെവിടെയാണ് ഉണ്ടായിരുന്നത്? ഈ ഏത് സ്ഥലത്താണ് അവരുണ്ടായിരുന്നത്? ചൂരൽമല സ്കൂൾ റോഡിന് കുറച്ച് മേലോട്ടായിട്ട്. അപ്പം അവരെ വിളിച്ചു നോക്കിയിട്ട് കിട്ടുന്നില്ലേ? ഫോണിൽ കിട്ടുന്നില്ല? ഇല്ല, അവരെന്നലെ മുതൽ വിളിച്ചു നോക്കിയിട്ട് കിട്ടുന്നില്ല. ഓക്കെ, അവിടെ ഈ ഏതെങ്കിലും ക്യാമ്പിലുണ്ടോ എന്ന കാര്യം പരിശോധിച്ചോ? ബന്ധപ്പെടാൻ പറ്റിയിരുന്നോ? ഇല്ല, ഞങ്ങൾ ഹോസ്പിറ്റലൊക്കെ നോക്കി ഞങ്ങള്. ഓക്കെ, റിഷാന അപ്പൊ അവിടെ സ്ഥലത്തുണ്ടായിരുന്നില്ലേ? ഉമ്മയുടെയും ബാപ്പയുടെ അടുത്തുണ്ടായിരുന്നില്ലേ? ഇല്ല ഇല്ല ഇല്ല, ഇതിപ്പോ സംസാരിക്കുന്നത് അവളെ അന്യന്റെ ഭാര്യയാണ്. റിഷാന എവിടെയാണ് ഉള്ളത്? കല്യാണം കഴിച്ചിങ്ങോട്ട് കൊണ്ടുവന്നാണ് താമരശ്ശേരി. ഓക്കെ 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 ഓക്കെ. അപ്പം അവരെ കുറിച്ച് ഒരു വിവരവും കിട്ടുന്നില്ല അല്ലെ? ഇല്ലല്ല, ഒരു വിവരവും കിട്ടില്ല. ഇന്നലെ ഫോണ് ഇന്നലെ മുതലേ സ്വിച്ച് ഓഫ് ആണ് ഫോണ്. ഇന്നലെ എപ്പോഴാണ് അവസാനം സംസാരിച്ച ഫോണിൽ? ഇന്നലെ വൈകുന്നേരമാണ് ഉമ്മ വിളിച്ചത്. അപ്പൊ ഈ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നോ? അവിടെ വെള്ളം ബുദ്ധിമുട്ട്? ഇല്ല, ഇന്നലെ വിളിച്ചപ്പോഴേ പറയുന്നുണ്ട് മഴ നന്നായിട്ട് പെയ്യുന്നുണ്ട് ഒക്കെ പറഞ്ഞീനു. മാറാൻ പറഞ്ഞതായിട്ടൊന്നുമില്ല. 3 കുടുംബങ്ങളുണ്ടായിന് അവിടെ. അതില് ഒരാള് മരിച്ചു എന്നുള്ളത് അറിഞ്ഞ് പറഞ്ഞ ഒരാൾ. മറ്റുള്ളവരുടെ വിവരം കിട്ടുന്നില്ല. വീട്ടിലുണ്ടായിരുന്ന ആളുടെ ഒരു കാര്യം പേരൊന്നുകൂടെ പറയാമോ? റിഷാനയുടെ അച്ഛന്റെ പേര്? വീട്ടിലുള്ള ഉമ്മന്റെ പേര് സൈനബ, വാപ്പന്റെ പേര് അബ്ദുറഹ്മാന്, അമ്മോന്റെ പേര് അബ്ദുൽ സത്താർ. യെസ്, അബ്ദുൾ റഹ്മാൻ അല്ലെ? ഓക്കെ, ചൂരൽമല ഭാഗത്തുണ്ടായിരുന്ന അബ്ദുൾ റഹ്മാൻ. തീർച്ചയായിട്ടും ഞങ്ങൾ ഈ പേര് അധികൃതർ ശ്രദ്ധയിൽപ്പെടുത്താം. മേലോട്ട് കയറിയിട്ട് കുറച്ച് തോടുന്നു. റിഷാന, എന്തായാലും ആ ഫോൺ നമ്പർ കൂടി ഞങ്ങൾക്കൊന്ന് കൈമാറുക. കാരണം ഞങ്ങൾ ബന്ധപ്പെടാം. അധികൃതർക്ക് ഈ നമ്പരും ഈ കാര്യങ്ങളും കൂടി അവർക്ക് കൈമാറാം. എന്തായാലും ധൈര്യമായിരിക്കൂ, അവർ സുരക്ഷിതരായിരിക്കും. ഏതെങ്കിലും ദുരിതാശ്വാസ ക്യാമ്പിൽ അവരുണ്ടാകും, സുരക്ഷിതമായി ഉണ്ടാവും, അങ്ങനെ കരുതുക. കാരണം നിരവധി പേരെ അവിടെ ടെലിഫോൺ ബന്ധം തടസ്സമായതുകൊണ്ട് ബന്ധപ്പെടാൻ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. എന്തായാലും അവർ സുരക്ഷിതമായിരിക്കും. യെസ്, അതാണ് സാഹചര്യം. ഒരു വിവരം കൂടി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കട്ടെ. നമുക്ക് പുതിയതായി ലഭ്യമാവുന്ന ഒരു വിവരം കൂടിയുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം അനുസരിച്ച് മരണസംഖ്യ ഇനിയും ഏറുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു പുതിയ കാര്യം കൂടെ വരുന്നത്, നേവിയുടെ റിവർ ക്രോസിംഗ് ടീം INS സമോറിൻ വയനാട്ടിലേക്ക് തിരിച്ചിരിക്കുന്നു എന്നതാണ്. നമുക്കറിയാം, ഈ പുഴ മറികടന്നു കണ്ടുള്ള രക്ഷാപ്രവർത്തനമാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നേവിയുടെ പുതിയ റിവർ ക്രോസിംഗ് ടീം അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. അധികം വൈകാതെ അവർ എത്തിച്ചേരും. ഒപ്പം ആർമിയുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിംഗ് സ്ഥലം സന്ദർശിച്ചു. അവരവിടെ താൽക്കാലിക പാലം നിർമ്മിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ്. നേരത്തെ നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടു. അവിടെ താൽക്കാലിക പാലം നിർമ്മിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ സേവനവും നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ തേടിയിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ വരാൻ സന്നദ്ധ അവരും അറിയിച്ചിട്ടുണ്ട്. ഒപ്പം സജ്ജമായ സംവിധാനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നമുക്ക് മുന്നിലുള്ള വെല്ലുവിളി ഇനി രാത്രി മയങ്ങുകയാണ്, വെളിച്ചം കുറയുകയാണ്. അതുകൊണ്ട് കൂടുതൽ വൈദഗ്ധ്യമുള്ള, കൂടുതൽ വിദഗ്ധ സേവനമാണ് അവരുടെ ആവശ്യം. കാരണം പ്രദേശവാസികളുടെ രക്ഷാപ്രവർത്തനം ഒന്നും പോരാ. അവിടെ കൂടുതൽ സംവിധാനമുള്ള, പരിചയസമ്പന്നരായ, ദുരന്ത മേഖലകളിൽ പരിചയസമ്പന്നരായ ആളുകളുടെ ഇടപെടലുണ്ടെങ്കിൽ മാത്രമേ രാത്രിയിലെ രക്ഷാപ്രവർത്തനം വേഗത്തിൽ നടക്കൂ. നേരത്തെ റിഷാന വിളിച്ചതുപോലെ നിരവധി ആളുകളാണ് ബന്ധുക്കളെ കാണാനില്ല എന്ന വിവരം ചോദിച്ചുകൊണ്ട് ഞങ്ങളുടെ ഓഫീസുകളിലേക്കും മറ്റും വിളിക്കുന്നത്. എല്ലാവർക്കും ആശങ്കകളുണ്ട്, തീർച്ചയാണ്. എന്തായാലും ഒറ്റപ്പെട്ടിരിക്കുന്നവരെ നമുക്ക് കണ്ടെത്തണം. ദുരന്ത മേഖലയാണ്, വലിയ ദുരന്തം സംഭവിച്ച ഇടാണ്. അതുകൊണ്ട് എല്ലാവരും സുരക്ഷിതമായിരിക്കും എന്ന് നമുക്ക് കരുതാം. മരണസംഖ്യ ഏറുന്ന ഒരു കാര്യം കൂടി നമുക്ക് ആശങ്കപ്പെടുന്നുണ്ട്. എന്തായാലും എല്ലാവരും സുരക്ഷിതമായിരിക്കട്ടെ എന്നുകൂടി നമുക്ക് കരുതാം. അനുമോദ് നേരത്തെ സംസാരിച്ച ആ രക്ഷാപ്രവർത്തകർ അവർ പങ്കുവെച്ച ഒരു കാര്യമുണ്ട്. അതായത് ഞങ്ങൾ ചെന്നപ്പോൾ ചിലയിടങ്ങളിൽ മൃതദേഹമുള്ളതായി കണ്ടു, പക്ഷേ അത് അവിടെ നിന്ന് എടുത്ത് മാറ്റാൻ കഴിയുന്നില്ല. അതിന് കൂടുതൽ വൈദഗ്ധ്യമുള്ള സംവിധാനങ്ങൾ ആവശ്യമാണെന്ന് അവർ സൂചിപ്പിക്കുന്നുണ്ട്.